വയനാട്ടേക്കാണ്. വയനാട് പടമലയിൽ ബേലൂർ മഖ്നയ്ക്ക് പിന്നാലെ കടുവയും. അജീഷിനെ കാട്ടാന കൊലപ്പെടുത്തിയ സ്ഥലത്തിനടുത്താണ് കടുവയെ കണ്ടത്. പള്ളിയിൽ പോയി വരികയായിരുന്ന വീട്ടമ്മയുടെ മുന്നിലേക്കാണ് കടുവ ചാടി വീണത്. കടുവയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. കടുവയെ കണ്ട വീട്ടമ്മ ഓടുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കടുവയെ കണ്ടു. ഈ കടുവയെ കണ്ട ലിസി എന്ന വീട്ടമ്മ പറയുന്നത് ആനയാണെന്നാണ് ആദ്യം കരുതിയത്. കടുവ എത്തിയത് വലിയ അലർച്ചയോടെയാണെന്നാണ് ലിസി ന്യൂസ് 18നോട് വ്യക്തമാക്കിയത്. എന്റെ വീട് ഇവിടെ തൊട്ടടുത്താ. റോഡിലോട്ട് കയറി ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ അങ്ങേ വശത്തുനിന്ന് എന്തോ ഒരു ഒച്ച കേട്ടു, ഞെരിയുന്ന ഒരു ഒച്ച. ആദ്യം ഞാൻ ഓർത്തു ആനയായിരിക്കും. ആനയാണോ മാനാണോ എന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞപ്പോൾ വലിയൊരു അലർന്ന ഒരു കരച്ചിൽ കേട്ടു. കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ സൈഡിലോട്ട് മാറി കഴിഞ്ഞപ്പോൾ ഒന്നോടെ കരയണ കേട്ടപ്പോൾ എനിക്ക് തോന്നി ആനയാ. ഭയങ്കര എല്ലാം ഇളക്കി മറിച്ച് വരുന്ന പോലത്തെ ഒരു ഒച്ചയാണ് കേട്ടത്. വേഗം ഞാൻ മേലേക്ക് കയറി കഴിഞ്ഞ് ആ മേലെ വീട്ടിലെ ചേട്ടനെ വിളിച്ചോണ്ടാ കയറുന്നത്. അവര് കേട്ടോ ഇല്ലോന്ന് എനിക്ക് അറിയില്ല. അന്നേരത്തേക്ക് അത് ഇങ്ങനെ ചാടി വരുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ വേഗം സൈഡിലോട്ട് മാറി ആ വീട്ടിലെ ചേട്ടനോട് വിളിച്ചു എന്നെ ഒന്ന് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് വീണുപോയി. പിന്നെ അവരാണ് എന്നെ പിടിച്ച് അങ്ങോട്ട് മേലോട്ട് കയറ്റിയത്. ഞാനങ്ങ് അറിയുമല്ല ഇതെന്താ ഇങ്ങനെ പാസ് ചെയ്ത ഒരൊറ്റ ഞാൻ മുറ്റത്ത് നിന്ന് മുറുക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ ചേച്ചി ഇതിലെ കയറി വരുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ചേച്ചി എന്താ ചേച്ചി വരുന്നത്, എന്താ ചേച്ചി പറ്റിയെന്ന് ചോദിച്ചു. എന്ത് ചേച്ചി എന്ന് കൊണ്ട് ഇറങ്ങി വന്നു. ഇറങ്ങി വരുമ്പോഴാണ് കടുവ തൊട്ടു പുറകെ, ഈ ചേച്ചിയുടെ പുറകെ പിടിച്ചില്ല എന്നുള്ളതാണ്. കൈ ഇങ്ങനെ വീശുന്നുണ്ട് കടുവ. അപ്പത്തേന് ഈ ചേച്ചി ഇടത്ത് ഭാഗത്തേക്ക് ചാടി ആ കാപ്പിക്കകത്തോടെ കയറിയിട്ട് ഇപ്പുറത്തെ തിണ്ട കയറിയപ്പോഴത്തേ കടുവ, ഞാൻ അലറി കിടന്നുണ്ട്. കൂവിയപ്പോഴത്തേനും കടുവ എന്റെ വീടിന്റെ മുറ്റത്തൂടെ കയറി. അപ്പൊ എന്റെ വീട്ടിൽ എന്റെ കൂടെ ഒരു പൂച്ചയുണ്ടായിരുന്നു. അതിനെ ഓടിച്ച് തൊട്ട് പറമ്പിലേക്ക് കയറുപോയത്. എങ്ങനെ വലിയ വലിപ്പമുള്ള കടുവയാ. ഈ പൊക്കമുണ്ട്, ഒരു നല്ല നീളമുണ്ട്, ഭയങ്കര നീളമുണ്ട്. അതിന് വാലിന് തന്നെ ഈ നീളമുണ്ട്. ഈ വന്യമൃഗങ്ങളെല്ലാം നാട്ടിലിറങ്ങി ജനങ്ങളുടെ ജീവിതം ഇപ്പോൾ ദുഷ്കരമായിട്ടുണ്ട്. കൂടാതെ നിത്യജോലി ചെയ്യുന്നവർക്കും കൂലിപ്പണിയർക്കും തോട്ടൽ മേഖല ജോലി ചെയ്യുന്നവർക്കും ജോലി ചെയ്യാം. ബന്ധപ്പെട്ട അധികാരികൾ ആദ്യം പ്രഖ്യാപിക്കുന്നത് 154, പിന്നെ ജനജീവിതം സംഭവിച്ചല്ലോ. അത് ബന്ധപ്പെട്ട അധികാരികൾക്ക് അവർക്കെല്ലാം ജീവിത സാഹചര്യം ഗവൺമെന്റിൽ നിന്ന് കിട്ടും. ബന്ധപ്പെട്ട കർഷകർക്ക് ഒന്നുമില്ല. ആന ഭീതിയിലിരിക്കുവായിരുന്നു. പുറത്തിറങ്ങാൻ പേടിയാ. വിറക് പറക്കാൻ പോലും ഞാൻ പറമ്പിലേക്ക് പോകുന്നില്ല. ഇങ്ങനത്തെ പൂടത്തുള്ളി എടുത്ത് കത്തിക്കുന്നത്. ഞാൻ ഇവിടുന്ന് പറഞ്ഞേക്കുന്ന പറമ്പിൽ കയറി പോകരുതെന്നാ പറഞ്ഞേക്കുന്നത്. അത് കാരണം ഞാൻ പോക്കൂല. മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഒരു സുരക്ഷയില്ല. ഇപ്പൊ ഈ നാട്ടില് യാതൊരു വിധത്തിലുള്ള സുരക്ഷയില്ല. ഒരാൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. രാവിലെ ഇവിടെ മിക്കവാറും ആൾക്കാര് പശു കർഷകരാണ്. രാവിലെ പാലളക്കാൻ പോകുന്നവരുണ്ട്, ടാപ്പിങ്ങിന് പോകുന്ന ആൾക്കാരുണ്ട്, രാവിലെ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ ജീവൻ എന്ത് സുരക്ഷയാണുള്ളത്? ഞങ്ങൾ MS അനീഷ് കുമാർ ചേരുന്നു വയനാട്ടിൽ നിന്ന്. അനീഷ്, എങ്ങനെ ജീവിക്കും വയനാട്ടിലുള്ളവർ? ആന, കടുവ, തുടർച്ചയായ ദിവസങ്ങളിൽ ഈ വന്യജീവി ആക്രമണം മനുഷ്യനെ പോലും കൊല്ലുന്ന അവസ്ഥ. ഭാഗ്യം കൊണ്ടാണ് ലിസി എന്ന വീട്ടമ്മ രക്ഷപ്പെട്ടത്. ദൃശ്യങ്ങൾ കണ്ടാൽ പോലും ഭയം തോന്നും. ആ വീട്ടമ്മയ്ക്ക് നേരെ പാഞ്ഞെടുക്കുന്ന അവസ്ഥ. ഈ കടുവയെ കേന്ദ്രീകരിച്ചുള്ള ഒരു വശത്ത് ആനയെ പോലും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഈ കടുവയും ആനയൊക്കെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഈ തിരച്ചില് എങ്ങനെയാണ് പുരോഗമിക്കുന്നത് അനീഷ്? ടോം, അങ്ങേയറ്റം ഭീതിജനകമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വയനാട് മാനന്തവാടിയിലെ ഈ നാട്ടുകാർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കഴിഞ്ഞു പോകുന്നത്. അവരുടെ സ്കൂളുകൾ തുറക്കുന്നില്ല. കൃഷിയിടങ്ങളിൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഈ കുരുമുളകിന്റെയും കാപ്പിയുടെയും ഒക്കെ വിളവെടുപ്പ് നടക്കുന്ന കാലമാണ്. അത്തരത്തിൽ അങ്ങനെ വിളവെടുക്കാൻ പറമ്പിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത, കൃഷിയിടത്തിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. നിരോധനാജ്ഞ പ്രഖ്യാപിച്ച സമയങ്ങളുണ്ടായിരുന്നു. ഒപ്പം ഈ കന്നുകാലി കർഷകർ ഒരുപാട് ഉള്ള
ഉള്ള സ്ഥലമാണ്. അവർക്ക് രാവിലെ കാട്ടിലിറങ്ങി ഒന്ന് പുല്ല് വെട്ടുന്നതിനോ അല്ലെങ്കിൽ കന്നുകാലികളെ മേയ്ക്കാനായി കൊണ്ടുപോകുന്നതിനോ പോലും നടക്കാത്തൊരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. കേരളത്തെ ആകെ ഞെട്ടിച്ചതായിരുന്നു അജീഷിന്റെ മരണം. ആ മരണം നടന്ന് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴാണ്, ഒരാഴ്ച പോലും തികയുന്നതിന് മുമ്പാണ് അവിടെ നിന്നും കഷ്ടിച്ച് 300 മീറ്റർ മാത്രം മാറി ഇന്ന് ഈ കടുവയുടെ ഭീഷണി, കടുവയുടെ ശല്യം ഉണ്ടായിരിക്കുന്നത്. ലിസി എന്ന വീട്ടമ്മ അത്ഭുതകരമായാണ് ഈ കടുവയുടെ ആക്രമണത്തിൽ ഒരുപക്ഷെ എന്തെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിക്കേണ്ടിടത്തൊന്നും അത്ഭുതമായി രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയേണ്ടി വരും. CCTV ദൃശ്യങ്ങളിൽ അക്കാര്യം വ്യക്തമായിരുന്നു. താനും അതിന്റെ തൊട്ട് സമീപത്തുള്ള വീട് വഴി കയറി അവിടുത്തെ ഒരു പൂച്ചയുണ്ടായിരുന്നു, പൂച്ചയും കൊന്നതായാണ് ആ കർഷകർ പറഞ്ഞതിൽ നിന്നും മനസ്സിലാവുന്നത്. എന്നിട്ട് മുകളിലേക്ക് പോവുകയായിരുന്നു. അവിടെ ഒരു കുന്നിന്റെ പുറത്തേക്കാണ് ഈ കടുവ പോയത്. അവിടെ നിന്നും പിന്നീട് മറുവശത്തെ കാട്ടിലേക്ക് പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തൽക്ഷണം സ്ഥലത്തെത്തുകയും ഇതിനെ തെരഞ്ഞ് കാട്ടിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ജനങ്ങളുടെ ആശങ്ക ഓരോ നിമിഷവും വർദ്ധിച്ചു വരികയാണ്. അപ്രതീക്ഷിതമായാണ് ഇത്തരം വന്യജീവികൾ കൃഷിയിടങ്ങളിൽ കയറി അവരുടെ വീടുകളിലൂടെ കാട്ടിലേക്ക് ഓടി പോകുന്നത്. ഈ പോക്ക് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുന്ന പോക്കാണ്. കാട്ടിൽ ഈ ഭക്ഷണ സാമഗ്രികൾ ലഭ്യമാവാത്തതുകൊണ്ടാണോ, വെള്ളം ലഭ്യമാവാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ഈ കാട്ട് ജീവികൾ ഓരോന്നായി പുറത്തേക്ക് ഇറങ്ങുന്നത് വളരെ അനായാസം ഇരപിടിക്കാൻ കഴിയുന്നു എന്നതൊരു അനുകൂല ഘടകമായി പറയുന്നു. കാരണം കന്നുകാലികളും മറ്റുമൊക്കെ കൂട്ടിൽ കെട്ടിയിട്ടിരിക്കുന്നു, ആടുകളെ അവരുടെ തൊഴുത്തിൽ കെട്ടുന്നു. അങ്ങനെ കെട്ടുമ്പോൾ വളരെ പെട്ടെന്ന് ഒരു ആക്രമണം നടത്താതെ തന്നെ ഈ ജീവികളെ ഭക്ഷിക്കാൻ കഴിയുമെന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. മറുവശത്ത് ജനജീവിതം അങ്ങേയറ്റം ദുസ്സഹമായി തുടരുന്ന സാഹചര്യം. ഇതിനിടയിലാണ് ഈ കഴിഞ്ഞ ദിവസം അജീഷിന്റെ മരണത്തിന് കാരണക്കാരനായ മൂഴയാനെ തിരഞ്ഞുള്ള ദൌത്യം ഇപ്പോൾ 4ാം ദിവസത്തിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു തരത്തിലുമുള്ള പുരോഗമനം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആനയെ ട്രാക്കർ ഉപയോഗിച്ച് അതിന്റെ ലൊക്കേഷൻ കണ്ടെത്തുന്നു, തുടർന്ന് റാപ്പിഡ് റെസ്പോൺസ് ടീം അവിടേക്ക് പോകുന്നു, കുങ്കിയാനകളുടെയും മറ്റുമൊക്കെ സഹായത്തോടുകൂടി സ്ഥലത്തേക്ക് എത്തുന്നു. പക്ഷേ ഈ സംഘം ഈ സ്ഥലത്തേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് ആന അവിടെ നിന്നും കുതിച്ചു പായുന്ന അല്ലെങ്കിൽ മറ്റിടത്തേക്ക് മാറുന്ന രീതിയാണ്. അതിന്റെ ദൃശ്യങ്ങൾ ഇന്നലെ വനംവകുപ്പ് പുറത്തുവിട്ടു. അതിൽ നമുക്ക് വ്യക്തമായി കാണാം ഈ കൊങ്ങിണിക്കാടുകൾക്കുള്ളിലേക്ക് ആന മറഞ്ഞു നിൽക്കുന്നത്. കൊങ്ങിണിക്കാടുകൾക്കുള്ളിൽ മറഞ്ഞാൽ പിന്നീട് വെടിവെക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടിക്രമം അങ്ങേയറ്റം ബുദ്ധിമുട്ടായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ ദൃശ്യങ്ങൾ എടുക്കുമ്പോൾ മറ്റൊരു മോഴയാന കൂടെ സ്വാധീനം, അതിന്റെ സാന്നിധ്യം കൂടി ഈ ആനയ്ക്കൊപ്പം ഉണ്ടായിരുന്നു എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത്തരത്തിൽ അങ്ങേയറ്റം ദുഷ്കരമായൊരു ദൌത്യമാണ്. നേരത്തെ ഈ കാപ്പിത്തോട്ടത്തിൽ ഒളിച്ചിരുന്ന ആനയെ 10 ദിവസത്തെ സമയമെടുത്താണ് കർണാടക സർക്കാരിന് പിടിക്കാൻ കഴിഞ്ഞതെന്ന് നമ്മുടെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. അതുകൊണ്ട് അങ്ങേയറ്റം കുറച്ചുകൂടി സങ്കീർണമായൊരു ദൌത്യമാണ്. കാരണം ഇത് കൊടുങ്കാടാണ്, വലിയ പാറക്കെട്ടുകളുണ്ട്, വലിയ മരങ്ങളുണ്ട്, ഈ ആനപ്പൊക്കത്തേക്കാൾ വലിയ കൊങ്ങിണിക്കാടുകളുണ്ട്. ഇതിന്റെയൊക്കെ ഉള്ളിൽ നിന്നും പിടിച്ചെടുക്കുക അങ്ങേയറ്റം ദുഷ്കരമാണ്. പുലർച്ചെ 5:30 ആകുമ്പോൾ ഈ ദൌത്യസേനാംഗങ്ങൾ ഏതാണ്ട് 200ഓളം പേർ ഈ കാടുകളിലുണ്ട്. അവർ ഭക്ഷണവും വെള്ളവും ഒക്കെ പോലും ലഭിക്കാതെ അങ്ങേയറ്റം മോശമായ സാഹചര്യത്തിൽ കടുവയുടെയും പുലിയുടെയും മുന്നിലൊക്കെ ഈ ട്രാക്കർമാർ അകപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതാണ് ഈ വനംവകുപ്പിന്റെ ദൌത്യം? കാരണം നമുക്കറിയാം, ഒരു വശത്ത് കാട്ടാന, മറുവശത്ത് കടുവ, ഇത് രണ്ടിനെയും പിടികൂടേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. പ്രധാനമായും ഇപ്പോൾ ഈ ആനയെ കേന്ദ്രീകരിച്ചാണോ വനവകുപ്പിന്റെ അന്വേഷണമുള്ളത്, അതോ തിരച്ചിലുള്ളത്, അതോ കടുവയിലേക്ക് കൂടി അന്വേഷണം നടത്തേണ്ട ഒരു സാഹചര്യം കൂടിയില്ലേ? കാരണം ഏത് സമയവും കടുവയും ആക്രമിക്കാമെന്നൊരവസ്ഥ, വലിയ ഭീതിയിൽ കഴിയുന്ന നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്താണിപ്പോൾ? കടുവയെക്കുറിച്ചുള്ള അന്വേഷണം തുടരുന്നില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ കടുവയെ കണ്ട സ്ഥലത്ത് നിന്നും ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് മാറിയൊരു കോളനി ഉണ്ട്, ജനവാസ മേഖലയാണ്. അതിലെ കടുവ കടന്നു പോയതായി ആളുകൾ വനവകുപ്പിനെ അറിയിച്ചിരുന്നു. അവിടെ നിന്നും തൊട്ടടുത്ത സ്ഥലം കാടാണ്, കാട്ടിലേക്കാണ് ഈ കടുവ പോയത് എന്നാണ്. അങ്ങനെയെങ്കിൽ കാട്ടിലേക്ക് കടുവ പോയാൽ പിന്നീട് അതിനെ തെരഞ്ഞു പോകേണ്ട ആവശ്യമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാട്ടിലേക്ക് ഈ കടുവ പോയാൽ പിന്നെ തിരയേണ്ടതില്ല. അതുകൊണ്ട് കാട്ടിൽ കാര്യമായ തെരച്ചിൽ ഇപ്പോൾ കടുവയ്ക്ക് വേണ്ടി നടത്തുന്നില്ല. വനംവകുപ്പിന്റെ ശ്രദ്ധ പൂർണ്ണമായും ആനയിൽ തന്നെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു എന്ന് അറിയാൻ കഴിയുന്നു. ആനയാണ് ഏറ്റവും പ്രശ്നക്കാരനായി ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. കാരണം ഒരാളുടെ ജീവൻ എടുത്ത ആനയാണ്. ഒരു വശത്ത് കർഷക സമ്മർദ്ദം വളരെ വലുതാണ്, രാഷ്ട്രീയ സമ്മർദ്ദം വളരെ വലുതാണ്. ഇത് കർണാടകത്തിലെ വനമേഖലയിലേക്ക് കയറിപ്പോയാൽ പോലും വലിയ ജനരോഷം നേരിടേണ്ടി വരും. കാരണം കർണാടകത്തിലേക്ക് പോകുന്ന ആന വീണ്ടും കേരളത്തിലേക്ക് തന്നെ മടങ്ങി വന്ന് ജനവാസ മേഖലയിൽ നാശം വിതയ്ക്കുന്നതിനുള്ള അല്ലെങ്കിൽ
ജീവന് അപകടത്തിലാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ചെയ്യും എന്നൊരു ആശങ്കയുണ്ട്. കാരണം ഒരാളെ കൊന്ന ആന വീണ്ടും ആ പ്രദേശങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞ് നടക്കും എന്നൊക്കെയാണ് പഴമക്കാർ പറയുന്നതെന്ന് കർഷകർ വ്യക്തമാക്കുന്നു. അങ്ങനെയെങ്കിൽ ആന തിരിച്ച് വീണ്ടും ഈ ഭാഗങ്ങളിലേക്ക് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെയാണ് വലിയ ആശങ്ക നിലനിൽക്കുന്നത്. ഒരു വശത്ത് കടുവ, ഒരു വശത്ത് ആന, മറുവശത്ത് ജീവിത സന്ധാരണത്തിനായി ഒരു കാര്യങ്ങളും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, കുട്ടികൾക്ക് ദിവസങ്ങളായി സ്കൂളിൽ പോകാൻ കഴിയാത്ത അവസ്ഥ, പാൽ അളക്കൽ പോലും നടക്കാത്ത അവസ്ഥ, ഈ പശുവിന് തീറ്റ തേടാൻ പോലും കഴിയാത്ത അവസ്ഥ. അങ്ങനെ ഏതാണ്ട് നൂറുകണക്കിന് ആളുകളുടെ 1-2 പഞ്ചായത്തുകൾ, പ്രത്യേകിച്ചും തിരുനെല്ലി പഞ്ചായത്തും മാനന്തവാടി നഗരസഭയുടെ ഒരു പ്രധാന ഗണ്യമായ ഭാഗവും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പൂർണ്ണ സ്തംഭനത്തിലായി കിടക്കുന്നു. റിസോർട്ടുകളുണ്ട്, കുറുവാ ദ്വീപ് പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്, ഇവയെല്ലാം അടഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കേവലം റിസോർട്ടും അല്ലെങ്കിൽ അത്തരം ഹോട്ടലുകളും മാത്രമല്ല, ചെറുകിടമായി ഈ നെല്ലിക്ക വിറ്റും പൈനാപ്പിൾ വിറ്റും ഒക്കെ ഉപജീവനം കഴിക്കുന്ന നിരവധി ആളുകൾ ഇത്തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ സമീപമുണ്ട്. അവർക്കൊക്കെയും അക്ഷരാർത്ഥത്തിൽ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഈ ആനപ്പേടി അല്ലെങ്കിൽ ആനയുടെ ശല്യം. ടോം, സനീഷ് സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരുടെയും കർഷകരുടെയും വ്യാപാരികളുടെയും അടക്കം ജീവിതം വഴിമുട്ടുന്ന അവസ്ഥ. അനീഷ്, ഇപ്പൊ ഈ പടമയില് നാട്ടുകാർ പ്രതിഷേധവുമായി ഇന്ന് രംഗത്തെത്തിയിരുന്നു. വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധത്തിലേക്ക് ഇന്നലെ അവിടെ നാട്ടുകാരുടെ കർഷക സംഘടനകളുടെ ഹർത്താൽ ഉണ്ടാകുന്നു. വരും ദിവസങ്ങളിലും ഈ രീതിയിൽ ഈ ബേലൂർ മഖനെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ വന്യജീവി ആക്രമണം വീണ്ടും രൂക്ഷമാകുന്ന സാഹചര്യം വന്നാൽ നാട്ടുകാർ, കർഷകരടക്കം വീണ്ടും തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുമോ കാര്യങ്ങൾ? തീർച്ചയായും രാവിലെ തന്നെ ഈ കടുവാ ഭീഷണി വന്നപ്പോൾ കർഷകർ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച കണ്ടു, പ്രതിഷേധവുമായി എത്തുന്ന കാഴ്ച കണ്ടു. അതിനുശേഷം ഇന്ന് വൈകുന്നേരം വീണ്ടും ഒരു പ്രക്ഷോഭം നടത്താനുള്ള ഒരുക്കത്തിലാണ് കർഷകർ ഉള്ളത്. അവർ പ്രതിഷേധിക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിരവധി ആളുകൾ എല്ലാ ദിവസവും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുമുണ്ട്. നേരത്തെ ഈ ദൌത്യ സംഘങ്ങൾ എന്നും കാട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ദൌത്യം അവസാനിപ്പിച്ച് ഇറങ്ങുമ്പോൾ തന്നെ പല ദിവസങ്ങളിലും ഈ ഒരു തടച്ചിൽ അല്ലെങ്കിൽ ഈ അവരുടെ രോഷം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ഉണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറം ഒരു ദൌത്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഏതു തരത്തിലുള്ള തെരച്ചിൽ ഇനി നടത്തണം, അല്ലെങ്കിൽ പുതിയ സങ്കേതങ്ങൾ ഏത് തരത്തിൽ ഉപയോഗിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഗൗരവമായി വനംവകുപ്പ് ആലോചിക്കുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പ്രതികൂല ഘടകങ്ങളുണ്ട് ആനയെ പിടിക്കാൻ അല്ലെങ്കിൽ ആനയെ മയക്കുവെടി വെക്കാൻ. അപ്പോൾ ആ തന്ത്രങ്ങൾ തന്നെ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരുന്നാൽ എന്ന് ആനയെ പിടിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ആനയിൽ നിന്നും നാട്ടുകാരെ രക്ഷിക്കേണ്ടത് എന്ന് വലിയ ഒരു ആശങ്ക ആളുകൾക്കുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാവലി എന്ന ചെറിയ ഒരു പട്ടണമാണ്. തമിഴ്നാട്, കർണാടകയുടെയും കേരളത്തിന്റെയും അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയൊക്കെ വലിയ രീതിയിൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടങ്ങളാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഈ കട വിജനമായി കിടക്കുന്ന ഒരു കട. ആളുകൾ കാര്യമായി നഗരത്തിലേക്ക് അല്ലെങ്കിൽ ചെറുകിട പട്ടണങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ആളുകൾ ബുദ്ധിമുട്ടുന്ന, ഒരു വശത്ത് ജോലിയില്ല, മറുവശത്ത് ആനപ്പേടി, ഇത്തരത്തിൽ നിൽക്കുന്ന നമുക്ക് ആ ചേട്ടനോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ അവസ്ഥയായിരിക്കും അല്ലേ? ആളുകൾ വളരെ കുറച്ചാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്, വിനോദസഞ്ചാരികളും കുറഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ? വിനോദസഞ്ചാരികളുടെ വരവിൽ കുറച്ച് കുറവുണ്ട്. പിന്നെ സാധാരണ ഈ ഉൾപ്രദേശങ്ങളിൽ പണിക്ക് പോകുന്ന ആളുകൾ, പിന്നെ മറ്റ് സ്കൂളുകളൊക്കെ അവധിയുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ആളുകൾ, പിന്നെ കുറച്ച് ഇന്നിപ്പോൾ രാവിലത്തെ കടുവ പ്രശ്നം, ഇതിന് തുടർച്ചയായിട്ട് ഇപ്പോൾ 3-4 ദിവസങ്ങൾക്ക് മുന്നേ ആനയുടെ വിഷയം ഉണ്ടായതിനു ശേഷം 1-2 സ്ഥലങ്ങളുണ്ടായ കടുവ വിഷയമൊക്കെ ആയിട്ട് ജനങ്ങൾ ചെറിയൊരു ഭീതി തന്നെയാണുള്ളത്. ആളുകൾക്ക് പുറത്തോട്ട് ഇറക്കവും കുറഞ്ഞു അല്ലെ? ഈ രാവിലെയും വൈകിട്ടും ഒക്കെ വലിയ ഭയം തന്നെയാണ്. ഉണ്ട്, നല്ല ഭയമുണ്ട്. കച്ചവടമൊക്കെ കുറഞ്ഞു കാണുമല്ലോ ഇതിന്റെ കച്ചവടം നമ്മളെ അങ്ങനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല, എന്നാലും ശരിയാവും. വിനോദസഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞു, വിനോദസഞ്ചാരികൾ വരുന്നില്ല തീരെ. കുറുവാദ്വീപിലേക്കൊക്കെ പോകുന്ന ഒരുപാട് ആളുകൾ അവരെ കച്ചവടമാണ്, നമ്മൾ അവരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ശരി, അവരാണ് നമ്മുടെ പ്രധാന. അതെ, നമുക്ക് ശരിക്കും പുറം കച്ചവടം തന്നെയാണ് കൂടുതൽ. അതാണ് ഈ പ്രാദേശികമായി നോക്കിയാൽ ഈ വിനോദസഞ്ചാര മേഖലയാണ് ഈ വയനാട്ടിന്റെ ഈ പ്രദേശങ്ങൾ. കുറുവാദ്വീപിലേക്ക് പോകുന്നവർ, ഒപ്പം ഈ മാനന്തവാടി മൈസൂർ റൂട്ടിൽ യാത്ര ചെയ്യുന്നവരൊക്കെയാണ്. പക്ഷെ അവരൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്നു. നമുക്ക് വാഹന ഗതാഗതം തന്നെ നോക്കിയാൽ കാണാം, വാഹനങ്ങൾ വളരെ കുറച്ചാണ് ഈ ചെക്ക് പോസ്റ്റ് വഴി കടന്ന് പുറത്തേക്ക്. നമുക്കറിയാം ഈ വ്യാപാരികളുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ഈ കുട്ടികളുടെ, വിദ്യാർത്ഥികളുടെ ഒരു കാര്യം എന്താണ്? അവിടുത്തെ സ്കൂളുകളൊക്കെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്, അതോ ഈ പ്രദേശത്തെ അടക്കമുള്ള സ്കൂളുകൾ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുന്ന അവസ്ഥയാണോ?
ഈ തിരുനെല്ലി മാനന്തവാടി നഗരസഭയുടെ ഒരു പ്രദേശം എന്നിവിടങ്ങളിലൊക്കെ ഈ സ്കൂളുകൾ അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഒരാഴ്ചയോളമായി വിദ്യാർത്ഥികൾ സ്കൂളിൽ പോയിട്ട്, പ്രത്യേകിച്ചും ആദിവാസി മേഖലകളിലൊക്കെ ഈ കുട്ടികൾ സ്കൂളിൽ പോകാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഭക്ഷണം ലഭ്യമാവുക ഈ സ്കൂളിൽ പോയാലാണ്. അത്തരത്തിൽ ഈ ഭക്ഷണത്തിന് പോലും ഒരു ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. പഠനം നടക്കാതിരിക്കുമ്പോൾ ഒരു സമാന്തര ക്രമീകരണങ്ങളിലേക്കൊന്നും ഇതുവരെ അധികൃതർ കടന്നിട്ടുമില്ല. എന്തായാലും ഈ ആനയെ പിടിക്കാത്തിടത്തോളം കാലം എങ്ങനെ ആശങ്കയിൽ നിന്നും മറികടക്കും, അല്ലെങ്കിൽ എന്താണ് അതിനൊരു പോംവഴി എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഗൗരവമായ ചിന്തകൾ തന്നെ നടക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് രാവിലെയാണ് കടുവയുടെ ശല്യം വന്നത്. അപ്പം അതുകൊണ്ട് ആനയുടെ ശല്യത്തിന്റെ അല്ലെങ്കിൽ ആന നൽകിയ നടുക്കത്തിൽ നിന്നൊന്ന് മോചിതരായി വരുമ്പോൾ കടുവ എത്തുന്നു. അങ്ങനെ കടുവ എത്തുമ്പോൾ വീണ്ടും ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു മടി വരുന്നു. എങ്ങനെയുണ്ട്? സാറേ, നമ്മൾ കർണാടക ബോർഡാണ്, നമ്മളുള്ളത് കർണാടകത്തിലാണ്. അതായത് ബാവലിൻ്റെ അടുത്ത് വരുന്ന സ്ഥലമാണ്. ആനെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേരളത്തെ കാറ്റ് ഭയങ്കര പേടിയാണ് നമ്മുടെ കർണാടകത്തിലും. അതായത് ഈ ഇടയ്ക്ക് തന്നെ ഒരു കട വന്നിട്ട് മനുഷ്യന്മാരെ പിടിച്ച്, പിന്നെ ഇതേ ആന വന്നിട്ട് വീട്ടിൽ കയറുക, വീടങ്ങ് അടിച്ചു പൊട്ടിക്കുക, ജനങ്ങൾ അടിച്ച് കാലൊടിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതേ ആന എന്നാ നമ്മുടെ കർണാടകത്തിൽ പറയുള്ളൂ. അങ്ങനെ നമ്മളെ കർണാടക ഫോറസ്റ്റുകാർ പറയുന്നുണ്ട് സാർ. ആനയെ പിടിക്കാതെ ഒരു രക്ഷയില്ല. പിടിച്ചേ തീരുള്ളൂ, പിടിച്ചാൽ നല്ലതാണ്. ഇല്ലെങ്കിൽ ഇത്ര ജനങ്ങൾ മരിക്കുകയും ചെയ്യും. കറക്കവും അല്ല, ഈ മേഖല ഈ ഭാഗം മൊത്തം ബാവലി ഭാഗം ഉണ്ടാവും. പിന്നെ കർണാടകത്തിൽ ബൈരക് സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഇതേപോലെ തന്നെയാണ്. ഇന്നിപ്പോ ബാവലിയുടെ അടുത്തുണ്ടെന്നാണ് അവർക്ക് രാവിലെ വിവരം കിട്ടിയത്. അത് എവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല സാറേ. നമ്മൾ അങ്ങോട്ടൊക്കെ ഒന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇവരൊക്കെ കർണാടകക്കാരാണ്. ഈ അതിർത്തി മേഖല ആയതുകൊണ്ട് കർണാടകയാണ്. നമുക്ക് കന്നഡ അറിയാത്തതുകൊണ്ട് അവരോട് ചോദ്യം ചോദിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതാണ് നമ്മളെ കേരളത്തിൽ തന്നെ ആന ഇവിടെ റെഡിയിലുണ്ട്, ബാവലിയിലുണ്ട്. ഇവിടെ തൊട്ടപ്പുറത്ത് ആനയുണ്ട്. ഇപ്പൊ നിലവിൽ നിൽക്കുകയാണ് ആന. ഇവരെ കൊണ്ട് ആരും കൊണ്ട് പിടിക്കാൻ പറ്റുമോ? പിടിക്കാൻ പറ്റൂല. ആന വലിയ ഭീതിയിലാണ് വയനാട്ടിലെ നിവാസികൾ. ആന കാട്ടാന ഒരു വശത്ത്, മറുവശത്ത് കടുവ പേടി കൂടി വന്നിരിക്കുക. അതായത് കടുവ രാവിലെ ഒരു വീട്ടമ്മയ്ക്ക് നേരെ കുതിച്ചു പാഞ്ഞെത്തിയ ഒരു കടുവയും പിടികൂടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വനംവകുപ്പ് മാറിയിരിക്കുന്നു. എന്തായാലും വയനാട്ടിലെ ജനങ്ങളുടെ അവസ്ഥ, ആ പ്രശ്നത്തിനൊരു പൂർണ്ണമായ പരിഹാരം കാണേണ്ടത്, അവർക്ക് ഒരു സംരക്ഷണം ഒരുക്കേണ്ട ഉത്തരവാദിത്തം, ചുമതല സർക്കാരിനാണ്. സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കേണ്ടതാണ്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം.